മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2023 ഒക്ടോബർ 30 രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. അതോടെ ഗുരുചണ്ഡാള ദോഷവും അവസാനിച്ചതായിരുന്നു. അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു. കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം 0 പക്ഷേ ഇപ്പോൾ രാഹു 27 ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ്. അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും. കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു. രാഹു, കേതു, ശനി, ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത്. വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തരദശയുടെയോ ആരംഭം തുടങ്ങി എന്ന്. രാഹു വിദേശത്തിൻ്റെയും കാരകനാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും. രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും. രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ. ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം. രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ആകുന്നതായിരിക്കും. മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും. ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും. ആ സ്ഥിതിയായിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കുടുങ്ങുകയോ ഗവൺമെൻറ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് വീട്ടിൽ ആക്രി, അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും. ഇനി എപ്പോഴാണ് രാഹു
ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം. രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കേന്ദ്രസ്ഥാനമായ 1, 4, 7, 10 ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും 5, 9 ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും, പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ, അന്തർദശ എന്നീ സമയങ്ങളിൽ. പക്ഷേ രാഹുവിനോടൊപ്പം 3, 6, 11 ഭാവങ്ങളുടെ അധിപനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ 10ാം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത്. മീനം രാശിക്കാരുടെ 1ാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത്. ഗുരു 2ാം ഭാവത്തിലും ശനി 12ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. രാഹു ഇതിനു മുൻപ് ധനസ്ഥാനമായ 2ാം ഭാവത്തിലായിരുന്നു നിന്നത്. ഇത് രാഹുവിൻ്റെ ശത്രുവായ ചൊവ്വയുടെ രാശിയാണ്. അതിനാൽ ശത്രു രാശിയിൽ നിന്ന് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതുപോലെ 2023 ഏപ്രിൽ 22-ാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ചണ്ഡാള ദോഷവും ഉണ്ടായി. അത് കാരണം ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിച്ചില്ല. 2ാം ഭാവം ധനം, സേവിങ്സ്, നിക്ഷേപങ്ങൾ, കുടുംബം, വാണി, ഭക്ഷണം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്തായിരിക്കും അനുഭവപ്പെടുന്നത്. രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും അശുഭസ്ഥിതി കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു കാണും. പൈസ സേവ് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല. കൂടാതെ ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും. സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന കർക്കശത കാരണം പലരുമായും പിണങ്ങേണ്ടി വന്നു കാണും. കുടുംബത്തുള്ളവരുമായും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. ഭക്ഷണശൈലിയിൽ മാറ്റം വന്നത് കാരണം ഉദരസംബന്ധമായ പ്രശ്നങ്ങളും വന്നു കാണും. രാഹു രാശി മാറിയപ്പോൾ രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ മാറിയെങ്കിലും ആ സമയത്ത് ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ 2ാം ഭാവത്തിൻ്റെ ഫലം ഡിസംബർ 31-ാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കും കിട്ടാൻ ആരംഭിച്ചത്. ക്രമേണ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നതിനാൽ ഫലങ്ങൾ സാവധാനമായിട്ടായിരിക്കും ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾ ഈ സമയത്ത് 7ര ശനിയുടെ 1ാം ചരണത്തിലുമാണ്. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി 6ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 8ാം ഭാവത്തിലുമായിരുന്നു പതിച്ചിരുന്നത്. ഈ സമയത്ത് കടബാധ്യതകളിൽ വർധനവുണ്ടായി കാണും. പൈസ കടം തന്നവർ പല രീതിയിലും ശല്യപ്പെടുത്തി കാണും. കോർട്ട് കേസുകളും മറ്റും വന്ന് കാണും. അസൂയക്കാരും മറ്റും കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് ആക്റ്റീവായത് ബിസിനസ്സിനെയും ബാധിച്ചു കാണും. ഈ സമയത്ത് രോഗങ്ങൾ കാരണം ആശുപത്രിയിലും കയറിയിറങ്ങേണ്ടി വന്നു കാണും. കഷ്ടപ്പാടുകൾ കൂടിയത് കാരണം ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറഞ്ഞു. ചിലപ്പോൾ ദൈവം തന്നെ ഉണ്ടോ എന്ന സംശയവും മനസ്സിൽ ഉദിച്ചു കാണും. രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഗുരു ചണ്ഡാള ദോഷം അവസാനിച്ചെങ്കിലും 6ഉം 8ഉം ഭാവങ്ങളുടെ പോസിറ്റീവ് ഫലങ്ങൾക്ക് വേണ്ടി പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. കാരണം ആ സമയത്ത് ഗുരു വക്രഗതിയിലായിരുന്നു. അതിനാൽ 2023 ഡിസംബർ 31-ാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയത്. കടബാധ്യതകൾ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പോസിറ്റീവായി ആലോചിക്കുവാൻ തുടങ്ങും. വാണിയിൽ മാറ്റം വരുന്നത് കാരണം എല്ലാവരോടും നല്ലതായി പെരുമാറും. അത് കാരണം കുടുംബാംഗങ്ങളുമായും പുറത്തുള്ളവരുമായും വന്നിരുന്ന പിണക്കങ്ങൾ മാറുന്നതുമായിരിക്കും. എങ്കിലും രാഹു ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം മനസ്സിലെപ്പോഴും ഒരു ചഞ്ചലത അനുഭവപ്പെടും. അത് കൺട്രോൾ ചെയ്യണം.
രണ്ടാം ഭാവത്തിൽ നിന്ന് രാഹുവിൻ്റെ 9ാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലായിരുന്നു. ഇത് ഗുരുവിൻ്റെ രാശിയാണ്. ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു. രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും അശുഭദൃഷ്ടി കാരണം കരിയർ, പ്രൊഫഷൻ, ബിസിനസ്, വ്യാപാരം എന്നിവയിൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ ഉണ്ടായി കാണും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 10ാം ഭാവം. ഈ സമയത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസും മറ്റും കിട്ടിക്കാണും. അതായത് ഇൻകം ടാക്സ്, GST, RTO ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നോ അതല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പോലും നോട്ടീസുകൾ ലഭിച്ചു കാണും. കരിയറിൽ പെർഫോമൻസ് കുറഞ്ഞത് കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു കാണും. ചിലരുടെ ജോലി തന്നെ പോയി കാണും. പുതിയ ജോലി ലഭിച്ചവർക്ക് ജോയിൻ ചെയ്യാനും വിഘ്നങ്ങൾ വന്നു കാണും. ബിസിനസ്സിലും വ്യാപാരത്തിലും ലാഭസ്ഥിതികൾ കുറഞ്ഞു കാണും. പ്രത്യേകിച്ചും ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ കുറവ് വന്നത് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കാണും. വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ് തുടങ്ങിയ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളും ഉണ്ടായി കാണും. രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ മാറിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല. 2023 ഡിസംബർ 31-ാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കാണും. രാഹു 2ാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അശുഭ ഫലങ്ങളും എല്ലാവർക്കും വന്നു കാണും എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമുക്കാലും മീനം രാശിക്കാർക്ക് തീർച്ചയായും അനുഭവപ്പെട്ടു കാണുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വിവരം നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. ഇപ്പോൾ രാഹു നിങ്ങളുടെ 1ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആദ്യം രാഹുവിൻ്റെ അംശബലം 0 അതിനാൽ ശുഭഫലങ്ങൾ നൽകാനുള്ള സ്ഥിതിയിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം കൂടി ബലവാനായിട്ടാണ് നിൽക്കുന്നത്. രാഹു ഇവിടെ 2025 മെയ് 18-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. അതുവരെയുള്ള രാഹുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മീനം രാശിയിൽ പല കാരണങ്ങളാലും രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഒന്നാമത്, ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. ഇവിടെ രാഹു ഗുരുവിൻ്റെ മാതിരി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. രാഹു കേന്ദ്രസ്ഥാനങ്ങളായ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ തനിച്ച് നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇത് വിഷ്ണു സ്ഥാനമായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇവിടെ രാഹു തനിച്ചാണ് നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇപ്പോൾ ഇല്ല. ഇതുകൂടാതെ 2024 ജൂലൈ 8-ാം തീയതി വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രേവതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ബുധൻ നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെയും ബിസിനസ്സിൻ്റെ സ്ഥാനമായ 7-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ജൂലൈ 8-ാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ്. അങ്ങനെ വർഷാവസാനം വരെ ബുധൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. 1-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കും. ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി നിങ്ങളുടെ 5-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറുവാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായി തീരും. 5-ാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ്. വരുമാനത്തിലും വർധനമുണ്ടാകുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാനും ഇത് ഉചിത സമയമായിരിക്കും. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുന്നത് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം പ്രോഗ്രസ് വരാനിടയാക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികളും നല്ലതായിരിക്കും.
കാരണം രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ തന്നെയാണ് പതിക്കുന്നത്. ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളും നല്ലതാക്കുന്നതായിരിക്കും. എല്ലാം കൊണ്ടും മീനരാശിക്കാർക്ക് രാഹുവിൻ്റെ ഈ രാശിമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ അശുഭസ്ഥിതിയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത്. ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും. പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക, കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക, യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.